യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കാതെയാണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് പ്രശസ്ത ഗായിക കൽപ്പന രാഘവേന്ദ്രൻ. ഉറക്കമില്ലായ്മയ്ക്ക് ഗുളിക കഴിച്ചത് ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതലായതാണ് ആശുപത്രിയിൽ എത്തിക്കാൻ കാരണമെന്നും കൽപ്പന പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. അമിതമായി ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയതായി വ്യാപകമായി വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കൽപ്പന രാഘവേന്ദർ മാധ്യമങ്ങളെ കണ്ടത്. ഉറക്കമില്ലായ്മയ്ക്ക് താൻ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. മാർച്ച് 4-ന് കഴിച്ച മരുന്ന് ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതലായതാണ് ആശുപത്രിയിലാകാൻ കാരണമെന്നും കൽപ്പന രാഘവേന്ദർ വ്യക്തമാക്കി. അന്ന് ദിവസം പർട്ടിക്കുലർ മാർച്ച് 4th I happened to take overdosage of the medicine. Overdosage when I say എന്നോട് ശരീരത്തിക്ക് പറ്റാത്ത ഒരു രീതിയിലാണ് ഞാൻ ആ മെഡിസിൻ കഴിച്ചത്. ബിക്കോസ് ഐ കുഡന്റ് സ്ലീപ്പ്, ബിക്കോസ് ഐ ഹാഡ് സോ മെനി വർക്ക് സ്ട്രെസ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ്. സമൂഹ മാധ്യമങ്ങളിൽ തന്റെ കുടുംബത്തെക്കുറിച്ച് പോലും വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു. ആത്മഹത്യാ ശ്രമത്തിന് കാരണം ഭർത്താവാണെന്ന് വരെ വാർത്ത വന്നു. ഗുളിക ഓവർഡോസായി തന്നെ രക്ഷിച്ചത് ഭർത്താവായിരുന്നു എന്നും കൽപ്പന പറഞ്ഞു. ദ മെയിൻ കോൺട്രവേഴ്സി ഈസ് കൽപ്പനയ്ക്കും കൽപ്പനയുടെ ഭർത്താവ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ. ഭർത്താവാണ് ഈ സൂസൈഡ് അറ്റംപ്റ്റിലേക്ക് കൽപ്പന പോകുന്നതിക്ക് മെയിൻ റീസൺ എന്നാണ് പറഞ്ഞ് റൂമേഴ്സ് വന്നത്. എന്നെ രക്ഷിച്ചതും എന്നെ കാപ്പാത്തി ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ ജീവിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ റീസൺ എൻ്റെ ഭർത്താവാണ്. മാധ്യമപ്രവർത്തകരാരും തന്നോട് എന്താണ് യാഥാർത്ഥ്യമെന്ന് ഫോണിൽ പോലും അന്വേഷിച്ചിരുന്നില്ലെന്നും കൽപ്പന പറഞ്ഞു. ഭർത്താവിൻ്റെയും മകളുടെയും പേര് പോലും വലിച്ചിഴയ്ക്കാൻ താൻ എന്ത് തെറ്റ് ചെയ്തു എന്നും അവർ ചോദിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.